ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരൻറ്റ് ചോദിക്കുകയുണ്ടായി. രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. BSc നേഴ്സിങ്ങിന് വിദേശത്തെ മോളിനെ വിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. യൂറോപ്യൻ ദേശത്താണോ അല്ലെങ്കിൽ UK അഥവാ അയർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലാണോ മക്കളെ പഠിക്കാനായിട്ട് വിടുന്നത് നല്ലത് എന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ നഴ്സിങ്ങിന് പഠിക്കാൻ കുട്ടികളെ വിടുന്നതാണോ, അഥവാ നമ്മൾ UK അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയും അല്ലേ, അയർലാൻഡ്, ഈ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്നതാണോ ബെറ്റർ എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മെയിനായിട്ടും ഇന്ന് BSc നേഴ്സിങ്ങിന് കാര്യം ജർമ്മനിയിൽ ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിത്വാനിയ, പോളണ്ട്, ഹംഗറി, ഈ 3 രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രീസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലുള്ള BSc നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ ചെയ്യുന്നത്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് പറയാനായിട്ട് കാരണം. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ലിത്വാനിയയിൽ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് BSc നേഴ്സിംഗ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ജൂൺ മാസം അവസാനത്തിനുള്ളിൽ അവരുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രക്രിയ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നേരെ മറിച്ച് UK ആൻഡ് അയർലാൻഡ് ആണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആലോചിക്കാനായിട്ടുള്ള ടൈം പീരീഡ് ഉണ്ട്. അതായത് 2 ഇൻടേക്കാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനുവരി ഇൻടേക്ക് എന്ന് പറയുന്നതിലേക്ക് കാത്തു നിൽക്കാനായിട്ട് സാധ്യമാണ്. ഇനി നമ്മൾ ഫീസ് സ്ട്രക്ചറിന് മുമ്പ് തന്നെ ഈ 2 രാജ്യങ്ങളിലുള്ള ലിവിങ് എക്സ്പെൻസ് നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്യുകയാണ്. ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ലിവിങ് എക്സ്പെൻസ് ഒരു മാസം നമുക്ക് ഒരു ദിവസം ഇന്ത്യൻ റുപ്യ 1000 രൂപ ചെലവ് വരും എന്ന് വെക്കുകയാണെങ്കിൽ ഒരു മാസം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് 30,000 രൂപ ഓൺ എ സ്പെസിഫിക് ഒരു പോക്കറ്റ് മണിയും കൂടിയും ചേർത്ത് പറയുകയാണെങ്കിൽ 35,000 രൂപയാണ് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്ത് അവർക്ക് ജീവിത ചെലവ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്. നേരെ മറിച്ച് നിങ്ങൾ ഈ പറയുന്ന UK അല്ലെങ്കിൽ അയർലാൻഡ് രാജ്യങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 രൂപ 50,000 ആണ് ലിവിങ് കോസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത്. അടുത്തതായിട്ടുള്ള ചോദ്യം സ്റ്റേ ബാക്കിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സ്റ്റേ ബാക്ക് 1 ഇയർ ആണ്, ഒരു വർഷമേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ UK, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയർലാൻഡിലൊക്കെയും പോവുകയാണെങ്കിൽ 2 ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് അനുവദിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കമ്പാരിസണിൽ ഫീസ് സ്ട്രക്ചറിലേക്ക് കിടക്കാൻ പോവുകയാണ്. ലിത്വാനിയയിൽ ഒരു വർഷം പഠിക്കാൻ 4 ലക്ഷം 4 lakhs ആണ് ചെലവ് വരുന്നത്. ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ പഠിക്കാനായിട്ടുള്ള കോസ്റ്റ് 16 ലക്ഷം 16 ലക്ഷം രൂപയാണ്. നേരെ മറിച്ച് നമ്മൾ അയർലാൻഡിലും UK യിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ ഈ കാശ് വരും, 15 ലക്ഷം രൂപ വരും. 4 കൊല്ലം എന്ന് പറയുമ്പോൾ 60 ലക്ഷം 60 lakhs ആണ് വരാം. ഇനി ഈ 2 രാജ്യങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം, ഫീസ് സ്ട്രക്ചർ കുറവുണ്ടാവും. അതേപോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നന്നായിരിക്കും. സാലറി, പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സാലറി നോക്കുകയാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമുക്കറിയാം കൂടുതൽ പൈസ കൊടുക്കുന്ന രാജ്യത്ത് തന്നെയാണ് അവിടെ കൂടുതൽ സാലറി. രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് കഴിഞ്ഞാൽ വേറെ ലെവലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യു ക്യാൻ പുട്ട് അപ്ലിക്കേഷൻ പുട്ട് ചെയ്യാം. അതിന് ശേഷം എന്തുണ്ടാവും, നിങ്ങൾക്ക് ഇന്റർവ്യൂ പ്രോസസ്സൊക്കെ കടന്നു പോകേണ്ടി വരും. ഒബ്വിയസ്ലി യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വേറൊരു കാര്യം, നമ്മൾ ലിത്വാന പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ലിത്വാനിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. ഇവിടുത്തെ ട്യൂഷൻ ഫീസ് യൂറോയിലാണ് പറയുക. ഒരു വർഷം 4300 യൂറോ ആണ്. അതായത് ഏകദേശം 4,10,000 രൂപയാണ് ഇന്ത്യൻ മണിയായിട്ട് വരുന്നത്. ഇനി നമ്മൾ അവിടെ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 150 യൂറോ, അതായത് 14,000 രൂപ, 14,000 ആണ്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 250 യൂറോ എന്ന് പറയും, അതായത് 23,000 രൂപ. പിന്നെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 3,000 യൂറോ, അതായത് 3 ലക്ഷം രൂപ. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്പ്ലിറ്റപ്പ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള പൈസ ചെലവ് വരുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ഈ സർവീസ് ചാർജ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ, 1 lakh ആണ്. അതിൽ നമുക്ക് 5 കാര്യങ്ങളാണ് സർവീസ് ആയിട്ട് ഇവർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതായത് അഡ്മിഷനും അതുപോലെ വിസ അപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഒന്നാമത്തെ നമ്മളുടെ സർവീസ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട്, നമ്മുടെ നല്ല ജനറൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ. അതേപോലെ രണ്ടാമത്തെ കാര്യം നമ്മളുടെ അക്കോമഡേഷൻ അറേഞ്ച്മെന്റും അതുപോലെയുള്ള അസിസ്റ്റൻസ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗലൈസേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ലീഗലായിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് കിടക്കും. അതേപോലെ അഞ്ചാമത്തെ കാര്യമാണ് എന്ത്, ഫോറിൻ എക്സ്ചേഞ്ച് അസിസ്റ്റൻസ്. ഈ 5 കാര്യങ്ങൾക്കാണ് സാധാരണയായിട്ട് സ്ഥാപനങ്ങൾ 1 ലക്ഷം രൂപ ഫീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക. ഇനി 5ാമത്തെ കാറ്റഗറിയിലേക്ക് കടക്കാൻ പോവാണ്. വിസ ഫീ എന്ന് പറഞ്ഞിട്ട് 13,000 രൂപ. പിന്നെ ഫ്ലൈറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 40,000 രൂപ. അതുപോലെ ഫസ്റ്റ് മന്ത് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് 35,000 രൂപ. അപ്പൊ 5 കാറ്റഗറികൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. 1 നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ്, 2 രജിസ്ട്രേഷൻ ഫീസ്, 3 ട്യൂഷൻ ഫീസ്, 4 സർവീസ് ചാർജ്. ഇനി 5ാമത്തെ കാര്യം എന്താ, വിസ ഫീ. 6ാമത്തെ ഫ്ലൈറ്റ് ചാർജസ്. പിന്നെ 7ാമത്തെ ഫസ്റ്റ് മന്ത് അക്കോമഡേഷൻ. ഇങ്ങനെ നമുക്ക് ഏറ്റവും ആദ്യം ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്ക് പോകണം, യൂറോപ്യൻ കൺട്രീസിലെ ഷെങ്കൻ വിസയുള്ള രാജ്യങ്ങളിൽ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5,15,000 രൂപ നമ്മുടെ കയ്യിൽ ഇന്ത്യൻ മണി ഉണ്ടാവണം. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആ കുട്ടി അവിടെ 4 കൊല്ലം പഠിക്കുകയാണ് അല്ലേ. അപ്പൊ ആ കുട്ടിയുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കാണിക്കണം. സാധാരണയായിട്ട് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ നമ്മുടെ അക്കൗണ്ടിൽ ഇനീഷ്യലി കാണിക്കണം. എന്നാലാണ് നമുക്ക് എന്തുണ്ടാവുക, ഇതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യമാവുക. അപ്പൊ ഇനി നട്ഷൽ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ബിലോ 20 lakhs അല്ലെ, 20 ലക്ഷത്തിന്റെ താഴെയാണ് ഫീസ് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ ആഗ്രഹം അയർലാൻഡിലോ അല്ലെങ്കിൽ UK പോയി പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷം 15 ലക്ഷം എന്ന് പറയുമ്പോൾ 60 lakhs ആണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ചെലവ് വരുന്നത്. അപ്പോൾ പാരന്റ് വളരെ ഹാപ്പി ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൃത്യത പലരും പറയണില്ല, കുറേ ബ്ലാ 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 പറയുന്നതല്ല. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുട്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് മാത്രമായിട്ട് വരുന്നത് 20 ലക്ഷത്തിന്റെ താഴെ. പഠിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഒരു 30 lakhs ആണ് നമ്മൾ
അവരുടെ എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ് ചെയ്യേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് അല്ലേ. പാരന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നഴ്സിംഗ് ആണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിക്കുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കാണ് നമ്മൾ പോണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ട്, നമുക്കൊരു 20 ലക്ഷം രൂപ പ്ലസ് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു 30 ലക്ഷം രൂപ നമ്മൾ കാണിക്കണം. അതന്നെ നമ്മൾ ഈ പറയുന്ന പോലെ UK, ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ അയർലാൻഡോ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80 lakhs എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ അത്രയധികം ആൾക്കാരാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് പുറപ്പെടുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ നാട്ടില് BSc നഴ്സിംഗിന്റെ കോഴ്സ് ഉണ്ട്. അതുപോലെ മെട്രോപൊളിറ്റൻ സിറ്റീസ്, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇതേ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി അബ്രോഡ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഏകദേശം ഒരു ധാരണ കിട്ടി അല്ലേ. ഓക്കെ, ദെൻ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു എ വെരി ഗുഡ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ് അല്ലേ. നിങ്ങളുടെ ഭാവി ഭാസുരമാകട്ടെ.